ഏതായാലും തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ മകളുടെ വാടക വീട്ടിൽ അന്ന് ഈട് റെയ്ഡിന് നടത്തുമ്പം അവിടെ ഉണ്ടായ അക്രമങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിൽ പ്രതി ചേർത്തിട്ടുള്ളതൊക്കെ തന്നെ അവിടുത്തെ സാധാരണക്കാരെ അത്ര വലിയ കൂടിയ പാർട്ടി നേതാക്കന്മാരൊന്നും പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആശാന്മാരുടെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിക്കാൻ പോകുന്നതാണ് അന്വേഷണം. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കേസിനകത്ത് ഇ.ഡി. ഇടപെട്ട് കക്ഷി ചേർന്നതോടെ ഈ കേസിന് പുതിയ മാനമായി കോംപ്രമൈസ് ചെയ്ത് പോകുമായിരുന്നു. അത്രേ ഉള്ളൂ. ഇ.ഡി. ചേർന്നത് പോലും അതിനു വേണ്ടിയാണ്. ഇപ്പം ഇ.ഡി. ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസിന് ഇപ്പം അന്വേഷിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ശരിക്കും ഇതിനകത്ത് അഫക്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്നത് ഇ.ഡി. ഉദ്യോഗസ്ഥർ ആണല്ലോ. അവർ മർദ്ദനമേറ്റതില്ല, അവരെ വണ്ടി തല്ലിപ്പെട്ടില്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് CMB ഇട്ടാണെങ്കിൽ ഈ കേസ് പുനരന്വേഷിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് പോകും. എവിടെ CBIക്കോ വല്ലതും പോകും. അങ്ങനെ വന്നു കഴിയുന്ന സമയത്ത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവരുടെ പരാതിയിൽ കേസ് അന്വേഷണം നടക്കുന്നത്. കേസ് അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം 25 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരാളാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അതും ഇവിടുത്തെ ഇവരുടെ ഇടപെടലിനെ തുടർന്നാണ്. അത് സെറ്റ് ചെയ്ത് അത് എന്തോ ഒരു പ്രമോദ് കുമാറോ അങ്ങനെ പറഞ്ഞ ഒരാൾ. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ളവരുടെ എല്ലാം ജാമ്യം ഇന്നലെ കോടതിയിലെത്തി. ഈ IP ബിനു അടക്കമുള്ളവരുടെ 11 പേരാണ് ഇന്നലെ ജാമ്യം. കോടതി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ദൃശ്യങ്ങൾ കോടതി കണ്ടതിനും അടിസ്ഥാനത്തിലായിരിക്കും ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെടണമെന്നുള്ളത് ED-യുടെ നിർബന്ധമാണ്. അതായത് മാധ്യമങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും അല്ലാതെ കിട്ടാവുന്നിടത്തു നിന്നല്ല ഉള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം കോടതിക്ക് മനസ്സിലായി ഇവർ വലിയ കലിപ്പിൽ വന്ന ഒരു മോബാണ്, വയലൻ്റ് മോബാണ്. ഈ മോബ് പുറത്തിറങ്ങിയാൽ ഉദ്യോഗസ്ഥർ ഇനിയും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തത്. അതിനെ തുടർന്ന് മാത്രമല്ല ED-യുടെ ഈ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ വീണയെ 2 തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു. പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുകയാണ്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ വീണയുടെ വസ്തു അളക്കുന്നു, പിണറായിയുടെ വസ്തു കണ്ടുകെട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല, അറ്റാച്ച് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ഈ ആൾക്കാരെ പുറത്തേക്ക് വിട്ടാൽ ഇവർ എന്ത് ചെയ്യും? ഇവർ ഉറപ്പായിട്ടും ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും അവരെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്വീകരിക്കുന്നത്. എന്താ കോടതി ആ ജാമ്യം തടയുന്നതും ഇത് കൊടുക്കാതിരിക്കും. ഇപ്പോൾ ഓർക്കണം, എത്ര നാളായെന്നറിയാവത്ത് കിടന്നിട്ട് ഇവിടെ ഗംഭീരമായിട്ട് നടന്ന ആശാന്മാരാണ്. പ്ലാസ്റ്റിക് കവറിൽ മുട്ടയും കൊണ്ടൊക്കെ ഓടിയ ആളാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ അന്വേഷണം നേതാക്കളിലേക്ക് എത്താൻ കാരണം ഒരിക്കലും ഈ ആൾക്കാർ ഒറ്റയ്ക്ക് വന്ന് ഇത് ചെയ്യില്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അത് സ്വാഭാവികമാണല്ലോ. അന്ന് അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം പല DFI നേതാക്കന്മാരോട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പാർട്ടി നിർദ്ദേശം ഞങ്ങൾ നടപ്പിലാക്കിയെന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഓർക്കുന്നു, ഈ ആക്രമണം കഴിഞ്ഞതിന് ശേഷം പോയിന്റ് ഓർക്കുന്നു, എല്ലാ മാധ്യമങ്ങളും കൊടുത്ത ഒരു പോയിന്റ്, എല്ലാ മാധ്യമങ്ങളും കൊടുത്ത ഒരു അനാലിസിസ് ഓർക്കുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളന്ന് ചിരിക്കുക ചെയ്തത് എന്താണ്? പിണറായി വിജയൻ ഈ ഒരു ED പരിശോധനയോടെ കൂടുതൽ ശക്തനായി. അങ്ങനെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം മാറി. ഒറ്റ ദിവസം കൊണ്ട് പിണറായിയെ വീണ്ടും അജയ്യനാക്കിയ ED-ക്ക് എന്തോ ചുവപ്പൻ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു സഹാക്കന്മാർ എല്ലാ നഷ്ടങ്ങളും മാറി പിണറായി തിരിച്ചു പിടിച്ചു. പഴയ പിണറായി ആയി എന്നാണ്, മറ്റേ വാളിൻ്റെ ഇടയിൽ കൂടെ നടന്ന പിണറായി ആയി എന്ന രീതിയിൽ വീണ്ടും ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ ഇഷ്ടം പോലെ അനാലിസിലും ചാനലുകളും പത്രങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതായത് സർവ്വവും നഷ്ടപ്പെട്ട് എല്ലാം തീർന്നിരുന്ന കരുതിയ വേളയിൽ ED ഇടപെടൽ, എന്താ ദൈവത്തിൻ്റെ കരം പോലെ ED വന്നു. ഇപ്പോൾ അതോടുകൂടി പിണറായി വിജയൻ വീണ്ടും ശക്തനായി, താരമായി, ലാൽ സലാം സഖാവേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒറ്റ ദിവസത്തേക്കേ ഉള്ളായിരുന്നു ഈ ശക്തൻ. അന്ന് വന്ന് കൈ മുഷ്ടി ഉരുട്ടി നമ്മൾ ഇറങ്ങുമല്ലേ എന്നൊക്കെ ചോദിച്ചു പോയ പുള്ളിയുടെ വീട്ടുകാർ പോലും ഇല്ല പിന്നെ ഇറങ്ങാൻ ഉള്ള അവസ്ഥ വന്നു. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പ്രസ്താവന, ഈ മുഷ്ടി ഉരുട്ടിയുള്ള പ്രസ്താവനയും ഈ നേതാക്കന്മാരുടെ ഡയലോഗുകളും അതുപോലെ ഇവരുടെ ഈ അണികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം പോലീസ് വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഈ ഒത്തുചേർന്ന സംഘത്തിന് ആക്രമണം നടത്താനുള്ള ആദ്യം ആഗ്രഹമില്ലായിരുന്നു. ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ആക്രമണം നടന്നത്. ഈ ഗൂഢാലോചനയിൽ ഈ നേതാക്കന്മാർ വന്നതിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഈ ഗൂഢാലോചനയിൽ നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന് ധരിച്ചിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് മ്യൂസിയം SHO പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ ഇവരുടെ CK ഹരീന്ദ്രനെ, V ജോയി, MV ഗോവിന്ദനെ, ശിവൻകുട്ടി, ഇവരുടെ എല്ലാം മൊബൈൽ ഫോണുകൾ പരിശോധിക്കാനെ കൊണ്ട് തീരുമാനമെടുത്തു. ഇവരാണ് ആൾക്കാരെ വിളിച്ചു വരുത്തി. ഇവരുടെ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഈ ആക്രമണം നടന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു
മാത്രമല്ല കണ്ണൂരിൽ പിണറായിയുടെ വീട്ടിൽ റെയ്ഡിന് ചെന്നപ്പോൾ അവിടെ ആരും തടയാൻ വന്നതില്ല. പ്രതിഷേധിച്ചല്ലാതെ ആരും അവിടെ ചന്താരം നടക്കുന്ന ഒരു കസേരയിട്ട് ഇരിക്കുന്നതും കണ്ട്. അല്ലാതെ അവിടെ വേറെ ആക്രമണമൊന്നും നടന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നടന്ന പോലത്തെ ഒരു ആക്രമണങ്ങളൊന്നും കണ്ണൂർ നടന്നതുമില്ല. തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ CK ഹരീന്ദ്രൻ്റെയും വി ജോയിയെയും മൊബൈൽ ഫോൺ പരിശോധിക്കുന്ന സ്പീക്കറുടെ അനുമതി വേണം. അതിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറുടെ അവർ MLA-മാരായതുകൊണ്ട് MLA-മാരെന്നുള്ള ഒരു പരിഗണന ഉണ്ട്. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ ഒരു പരിഗണന വേണ്ടി വരും. അപ്പം ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനുകളിൽ എന്തെങ്കിലും ഫോൾട്ടായിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് എടുത്തിട്ട് ഇവരെ കൂടി ഇതിനകത്ത് പ്രതി ചേർത്തുകൊണ്ട് ഇതിനകത്ത് ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അക്രമങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ കൊലപാതകം നടക്കുമ്പോൾ തന്നെ അതിന് ഗൂഢാലോചന നമ്മൾ ആദ്യം പ്രധാനം അന്വേഷിക്കുന്നത്. TP കേസിൽ ഇപ്പോഴും ഗൂഢാലോചനയെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയെങ്കിലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ CPM പ്രതിസന്ധിയിലാണ്. എന്താണെന്നറിയാം, എന്ത് പറഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റും? എന്ത് പറഞ്ഞാൽ ഇവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ അക്രമം നടത്തിയ ഇതേ പാർട്ടി പിന്നീട് പറയുന്നു ഞങ്ങൾ ഇത് തമ്മിൽ ബന്ധമില്ല, അത് വീണയുടെ വ്യക്തിപരമായ കാര്യമാണ്, പിന്നെ എന്തിനാണ് ഈ ലഹളയ്ക്ക് അവിടെ? അതാണ് ഞാൻ ചോദിച്ചത്, ഇവർ എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കും? ഞങ്ങൾ അക്രമം നടത്തി ഇല്ല എന്ന് പറയാൻ പറ്റും? അത് പറയും. കാരണം വെച്ചാൽ നിയമസഭ ഇത്രയും അടിച്ചു പൊളിച്ചിട്ട് ശേഷം ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് കോടതിയിൽ ചെന്ന് പറയാനേ പറ്റൂ. അല്ലാതെ ഈ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ല അക്രമം നടത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് അക്രമം നടത്തിയത്? അവിടെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങൾ പിണറായി വിജയന് വേണ്ടിയാണ് അക്രമം നടത്തിയതെന്നാണ് ഇവർ പറയുന്നത്. അതിനെന്ത് പിണറായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ആരെയാ പരിശോധിച്ച വീണേ? പിന്നെന്താ പിണറായി വിജയന് പ്രശ്നം? അതറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇവർ വാതുറക്കും. രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കാൻ പറ്റില്ല. കാരണം സംസ്ഥാന സർക്കാർ ഇവർക്ക് സഹായമായി ചെയ്തു കൊടുത്തത്. പോലീസിനെ അവർ വിട്ടില്ലല്ലോ. ആ വിടാഞ്ഞുകൊണ്ടാണല്ലോ ഇവർക്ക് വിളയാടാൻ പറ്റിയത്. മാത്രമല്ല അവിടെ നിന്ന് ED ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പുറത്തേക്ക് വരാൻ പറയുകയും അവർ വാഹനത്തിൽ പോലീസ് എസ്കോർട്ടില്ലല്ലോ അവർക്ക്. അവർ ഇറങ്ങുമ്പോഴാണല്ലോ ആക്രമണം നടന്നത്. നമ്മുടെ നാട്ടിലെ ഈ പോലീസ് നമ്മുടെ നാട്ടിലെ നിസ്സാര ഡൂക്കിൽ നേതാക്കന്മാരെ കൂടെ പോലും പോലീസുകാർ കൂടെ ഓടുന്ന ഒരവസ്ഥയിൽ EDയിൽ എത്ര പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സുപ്രധാനമായ സ്ഥലത്ത് റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എസ്കോർട്ട് പോലും നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങാം. ഇതിന്റെ പിന്നിൽ പോലും ഗൂഢാലോചന കാണാം. അപ്പോൾ ശരിക്കും ഈ വിഷയത്തിൽ CPM പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇതേക്കുറിച്ച് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ അധ്യായം അവർ മറന്നുപോയി. കാരണം ഇവർ അക്ഷരാർത്ഥത്തിൽ എല്ലാ മേഖലയിൽ നിന്നും പെട്ടിരിക്കുന്നു. അക്രമം നടത്തി. ആർക്കു വേണ്ടിയാണ് നടത്തിയത്? അത് പിണറായി വിജയന് വേണ്ടിയാണ്. എന്തൊക്കെ ചെയ്തു? ED ഉദ്യോഗസ്ഥരെ അടിച്ചു പൊട്ടിച്ചു, മൊത്തം അടിച്ചു. കാർ അടിച്ചു പൊട്ടിച്ചു. പൊട്ടിച്ച കാർ ആരുടെ? CITU-കാരൻ്റെ. അവൻ്റെ കണ്ണും പോയി, അവൻ്റെ കാറും പോയി. കാറ് നന്നാക്കി കൊടുക്കാം എന്ന് ആദ്യം ഇവർ വാഗ്ദാനം ചെയ്യുന്നു. 1,85,000 രൂപ കാറിൻ്റെ പണിക്ക് ആയി. അത് അവസാനം കൊടുക്കാൻ അല്ല, ഞങ്ങൾ അങ്ങനെ നന്നാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് ഈ ഗൂഢാലോചനയെ പങ്കുള്ളതായിട്ട് തെറ്റിദ്ധരിക്കും. സത്യമാണ്. ശ്രമിച്ചു എന്നുള്ള ഇതിലേക്ക് വരും. അതുകൊണ്ട് ഞങ്ങളുടെ ഇതിലെ ഗൂഢാലോചനയിലേക്ക് വരും. ഇതൊക്കെ വന്നിട്ട് ആകെപ്പാടെ പെട്ടു എന്നുള്ളതാണ്. ഈ കാരണഭൂതത്തെ രക്ഷിക്കാൻ പോയി ബാക്കിയുള്ളവർ കൂടി പെട്ടു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും മനോഹരമായ അവസ്ഥ എന്ന് പറയുന്നത്. CPM-ന്റെ അണികളും നേതാക്കളും നമുക്ക് പരിചയമുള്ളവരൊക്കെ സംസാരിക്കുന്ന ഇയാളെ ചീത്ത വിളിയാണ്. കാരണം ഈ ഒറ്റ ഒരുത്തം കരുതി ഈ പാർട്ടി എന്ന് പറയുന്നത് അറിയാലോ, ഒരു കഷ്ടപ്പെട്ട് പാർട്ടിയുടെ സാധാരണക്കാരായ ആളുകൾ കഷ്ടപ്പെട്ടാണ് ഈ ഇത്രയും ഒരു കെട്ടിപ്പൊക്കിയ ഒരു പ്രസ്ഥാനം. അതിന് ഈ 1-2 പേരെ വീട്ടുകാർ ഒരുത്തൻ്റെ ഭാര്യയുടെ കാര്യത്തിന് വേണ്ടി മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി നശിപ്പിച്ച് പാർട്ടി ഇല്ലാതാക്കി എന്നുള്ളത് തന്നെയാണ് പാർട്ടി അണികളുടെ പ്രശ്നം. ഇവർ പറഞ്ഞുകൊണ്ട് വന്നത് പിണറായി വിജയനെ ആക്രമിക്കാൻ ED വരുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? പിണറായി വിജയനാണ് ഇതിന് പിന്നിൽ. അത് ED കണ്ടെത്തി കഴിഞ്ഞു. അന്ന് പിണറായി വിജയൻ്റെ മോളെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. നിലവിൽ എന്താണ്? പിണറായി വിജയനാണ് ഇതിന് പിന്നിൽ എന്ന് ED കണ്ടെത്തി കഴിഞ്ഞു. പിണറായി വിജയനിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യാനൊക്കെ ഉണ്ട്? ഒന്നും ചെയ്യാനില്ല. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇതിനകത്ത് പിണറായി മാത്രമല്ല, അത് നാടോടിക്കാറ്റിലെ മോഹൻലാലും ശ്രീനിവാസനും പറയുന്ന പോലെ മോഹൻലാൽ ശ്രീനിവാസനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞാൻ ആ വണ്ടിയുടെ കാറ്റടിച്ചു വിട്ടപ്പം നീ കൂടെ വന്ന് കാറ്റടിച്ചു വിട്ടത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പോലെ ഈ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ പിണറായി വിജയനെ രക്ഷിക്കാൻ പോയതാണ്. ഇപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല EDയുടെ കണ്ണിലുള്ളത്. പിണറായി വിജയൻ ഈ കള്ളപ്പണത്തിനും കൈക്കൂലിക്കുമാണ് EDയുടെ കയ്യിലുള്ളെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ പേരിൽ ബാക്കി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരും EDയുടെ കഴുകൻ കണ്ണുകളിൽപ്പെട്ട് നിൽക്കുകയാണ്. ഈ AKG സെന്ററിലും വരും. AKG സെന്ററിലാണല്ലോ എക്സാലോജിക്കിന്റെ ഓഫീസ്. MP ഗോവിന്ദനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ സംസ്കൃത മലയാളം ഡിക്ഷണറി കൂടെ കയ്യിൽ വെച്ചേക്കണം. കാരണം അദ്ദേഹം സൈദ്ധാന്തിക ഭാഷ സംസാരിക്കുകയാണെങ്കിൽ EDക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്താണെങ്കിലും ശരിക്കും പെട്ടു, നന്നായിട്ട് പെട്ടു. CPM അടുത്ത കാലത്തൊന്നും പറ്റാത്ത രീതിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാൻ പറ്റൂ. കാരണം സംസ്ഥാന സർക്കാരല്ലല്ലോ EDയെ കൊണ്ടുവന്നത്. ED വന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ പറ്റുമോ? അവരവരുടെ പണിയല്ലേ ചെയ്തത്. അതിന് കൂടുതൽ വിമർശിക്കുകയാണെങ്കിൽ അടുത്ത് വേറെ കേസുകൾ കുത്തിപ്പോക്കുന്നുള്ള ഭയവും കിടക്കണം.
എന്തായാലും ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ തീയിൽ കുരുത്ത കഴുകനൊക്കെ വളരെ കഷ്ടകാലമാണ്. ഉയർന്നു പറക്കുന്ന കഴുകൻ. അതെ, പിണറായി വിജയന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. CPM-ന്റെ അവസ്ഥ അതിലപ്പുറം ദയനീയമാണ്.